മണിക്കൂറിലെ 100 വാർത്തകളുമായി 100 ന്യൂസ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികളിൽ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നിവയിലെ തുടർ നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഡിജിപി വിളിച്ച യോഗത്തിൽ എഡിജിപിമാരും പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. സിനിമാ നയരൂപീകരണ സമിതി അംഗത്വം എം മുകേഷ് ഒഴിഞ്ഞേക്കും. MLA സ്ഥാനം ഒഴിയേണ്ടെന്ന് CPIM തീരുമാനം. സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ചലച്ചിത്രാഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാൻ ആലോചന. വീണ്ടും തെരഞ്ഞെടുപ്പ് വേണമെന്ന സംഘടനയിൽ ആവശ്യമുയർന്നു. ബൈലോ പ്രകാരമുള്ള തുടർ നീക്കങ്ങൾക്ക് സംഘടനാ നേതൃത്വം നിയമോപദേശം തേടി. പശ്ചിമബംഗാൾ നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ജി പൂങ്കുഴലിക്കാണ് അന്വേഷണ ചുമതല. സംവിധായകൻ VK പ്രകാശിനെതിരായ പരാതിയും പ്രത്യേക സംഘത്തിന് കൈമാറും. മുൻകൂർ ജാമ്യത്തിന് സാധ്യത തേടി സംവിധായകൻ രഞ്ജിത്ത് അഡ്വക്കേറ്റ് B രാമൻപിള്ളയുമായി ചർച്ച നടത്തി. ലൈംഗികാതിക്രമങ്ങളിൽ മുകേഷും ജയസൂര്യയും ഉൾപ്പെടെ 4 പേർക്കെതിരെ നടി മിനു മുനീർ ഇന്ന് പരാതി നൽകും. പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുക ഇമെയിൽ വഴി. വിവാദങ്ങൾക്കിടെ താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. വെളിപ്പെടുത്തലുമായി കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ രംഗത്ത്. സിനിമയിൽ അവസരം ലഭിക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചു ആവശ്യപ്പെട്ടെന്ന ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ. കാസ്റ്റിംഗ് കൗച്ചിന് വഴങ്ങാത്തതിനാൽ അവസരം നഷ്ടപ്പെട്ടുവെന്നും സന്ധ്യ 24നോട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും. കേരളം ആവശ്യപ്പെടുക 2000 കോടിയുടെ സാമ്പത്തിക പാക്കേജ്. മേപ്പാടിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഇന്ന് തുറക്കും. കാണാതായവർക്കായി ആനയടിപ്പാറ മേഖലയിൽ ഇന്നും തിരച്ചിൽ. ആലപ്പുഴയിൽ CPIM പുറത്താക്കിയ നേതാവ് മന്ത്രിക്കും MLAയ്ക്കുമൊപ്പം വേദി പങ്കിട്ടു. ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി പുറത്താക്കിയ മുൻ ഏരിയ കമ്മിറ്റി അംഗം A ഷാനവാസാണ് മന്ത്രി സജി ചെറിയാനും PP ചിത്തരഞ്ജനുമൊപ്പം വേദി പങ്കിട്ടത്. CPIM ആശ്രമം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് പുറത്താക്കിയ നേതാവ് പങ്കെടുത്തത്. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് വിലങ്ങാട് ടൗണിൽ വെള്ളം കയറി 6 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. ടൗണിലെ പാലം വീണ്ടും വെള്ളത്തിനടിയിൽ. വിലങ്ങാട് പുഴയിലെ ജലനിരപ്പ് ഉയർന്നു. 4 ആഴ്ച മുൻപ് ഉരുൾപൊട്ടിയ പ്രദേശമാണ് വിലങ്ങാട്. ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബം നാളെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരെ കാണും. MK രാഘവൻ MP, AKM അഷ്റഫ് MLA എന്നിവരും ഒപ്പമുണ്ടാകും. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥി സംഘടനകൾ. പശ്ചിമബംഗാൾ സ്റ്റുഡന്റ് സൊസൈറ്റിയും ഷാങ്ക്രി സമർത്ഥക് മഞ്ചും ഇന്ന് സെക്രട്ടേറിയറ്റ് വളയും. കൊൽക്കത്തയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം, പ്രദേശത്ത് നിരോധനാജ്ഞ. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ ശിശുക്ഷേമ സമിതിയുടെ ഹോപ്പ് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് 3 ആൺകുട്ടികളെ കാണാതായി. കുട്ടികളെ കാണാതായത് ഇന്നലെ വൈകിട്ട്. അഭിമന്യു KS, അപ്പു A, അഭിഷേക് M എന്നിവരെയാണ് കാണാതായത്. മാരാരിക്കുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പത്തനംതിട്ട റാന്നിയിലെ പച്ചക്കറി വ്യാപാരിയെ 2 അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് കാരറ്റിന്റെ വിലയെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് FIR. കാരറ്റിന് വില കൂടുതലെന്നും എടുത്തു കഴിക്കരുതെന്നും പറഞ്ഞതാണ് പ്രകോപനത്തിനിടയാക്കിയത്. റാന്നി സ്വദേശി അനിലാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകിയതിന് പൾസർ സുനിക്ക് കേരള ഹൈക്കോടതി വിധിച്ച പിഴ കഴിഞ്ഞ തവണ സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നു. ആരോഗ്യപരമായ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സുനി നൽകിയ അപേക്ഷയിൽ സുപ്രീംകോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജാമ്യാപേക്ഷയോടൊപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഓണക്കാല ചെലവുകൾക്കായി കടമെടുക്കാൻ സർക്കാർ 3000 കോടി കടമെടുക്കാനാണ് ആലോചന. കൂടുതൽ വായ്പയെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ഡിസംബർ വരെ കടമെടുക്കാൻ ശേഷിക്കുന്നത് 3700 കോടി. ബഹിരാകാശത്ത് കൂടുതൽ ഉയരം ലക്ഷ്യമാക്കിയുള്ള പോളാരിസ് ഡോൺ ദൗത്യം ഇന്ന്. ദൗത്യസംഘത്തിലുള്ളത് 2 വനിതകളടക്കം 4 പേർ. കേരളത്തിന് അഭിമാനമായി മിഷൻ സ്പെഷ്യലിസ്റ്റും മെഡിക്കൽ ഓഫീസറുമായ അന്ന മേനോൻ ദൗത്യസംഘത്തിൽ. കഴക്കൂട്ടത്തു നിന്ന് വീട് വിട്ടുപോയ അസം സ്വദേശിയായ 13-കാരി CWCയുടെ സംരക്ഷണയിൽ തുടരുന്നു. കുട്ടിക്കുള്ള കൗൺസിലിംഗ് തുടങ്ങി. മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് കുട്ടി പറയുന്നതിൽ ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകളാണ്.
കോഴിക്കോട് മേപ്പയൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരുക്ക്. മേപ്പയൂർ കൊയിലാണ്ടി റൂട്ടിൽ സർവീസ് നടത്തുന്ന അരീക്കൽ ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. പാലക്കാട് നെന്മാറയിൽ +2 വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ ഇടപെട്ട് CWC. പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിക്കുമെന്ന് CWC ചെയർമാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥിയുടെ പോക്കറ്റിൽ കഞ്ചാവുണ്ടോ എന്ന് പരിശോധന നടത്തിയതാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. 38ാമത് തൃശൂർ ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ചാഴൂർ ജൂഡോ അക്കാദമി ടീമിന് ട്രോഫി നൽകി. ജൂഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് അംഗം ജോയ് വർഗീസ് കെ ആണ് ട്രോഫി സമ്മാനിച്ചത്. തൃശൂർ അക്കിക്കാവ് എരുമപ്പെട്ടി റോഡിൽ മുക്കിലപ്പിടി ഭാഗത്ത് വീണ്ടും വിള്ളൽ. റോഡിന് താഴെയുള്ള സ്വാശ്രയ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് തകർന്നതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണം. 14 കോടി രൂപ ചെലവിട്ട് 2 വർഷം മുൻപാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം, ഒരാൾക്ക് പരുക്ക്. വാടാനപ്പള്ളി സ്വദേശി പ്രദീപിനാണ് പരുക്കേറ്റത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ മീൻചന്തയിലെ മലിനജല സംസ്കരണ പ്ലാന്റ് നവീകരിക്കാൻ തീരുമാനം. മത്സ്യം 1 ദിവസത്തേക്ക് കേടുവരാതെ സൂക്ഷിക്കാൻ കണ്ടെയ്നർ ഫ്രീസർ സ്ഥാപിക്കുന്ന കാര്യവും നഗരസഭയുടെ പരിഗണനയിൽ. മലപ്പുറം തിരുനാവായ തവനൂർ പാലം നിർമ്മാണം അന്തിമഘട്ടത്തിൽ. പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം സെപ്റ്റംബർ 8-ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. കാസർഗോഡ് പാലക്കുന്ന് ടൗണിലും കോട്ടിക്കുളം ജമാഅത്തെ പള്ളിക്കും സമീപവും ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. 2 മാസത്തിലേറെയായി പൈപ്പ് പൊട്ടിയിട്ടും നടപടിയില്ലെന്ന് പരാതി. വയനാട് അതിർത്തിയിലെ ബന്ദിപ്പൂർ കാടുകൾക്കപ്പുറം ഗുണ്ടൽപേട്ടിൽ പൂവസന്തം. ഏക്കർ കണക്കിന് പാടങ്ങളിൽ ചെണ്ടുമല്ലിയും ജമന്തിയും സൂര്യകാന്തിയും വിരിഞ്ഞു. ഓണവിപണി ലക്ഷ്യമിട്ടാണ് പൂക്കൃഷി. കനത്ത മഴയിൽ തകർന്ന വയനാട് ഒലിപ്പുഴ പാലത്തിലെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ചു. പാലത്തിന്റെ ഒരു ഭാഗത്തെ കരിങ്കൽ ഭിത്തിയാണ് 2 തവണകളിലായി തകർന്നത്. നവീകരണം പൂർത്തിയായതോടെ പാലത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി. കോട്ടയം വെള്ളൂർ അണ്ണായിൽ റോഡ് തകർച്ചയുടെ വക്കിൽ. കുണ്ടും കുഴിയും രൂപപ്പെട്ട റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണം. റോഡ് നവീകരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. കൊല്ലത്തെ പീരങ്കി മൈതാനത്ത് നിർമ്മാണം പൂർത്തിയാകുന്ന ഇൻഡോർ സ്റ്റേഡിയം ജനുവരിയിൽ നാടിന് സമർപ്പിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയമാണിത്. 2000 പേർക്ക് ഇരുന്ന് കളി കാണാൻ സൗകര്യമുണ്ട്. പാലക്കാട് വാണിയംകുളം പനയൂരിൽ തെരുവുനായയുടെ ശല്യം രൂക്ഷം. കാൽനട യാത്രികർക്കു നേരെ പാഞ്ഞടുക്കുന്നതിൽ ആശങ്ക. കഴിഞ്ഞ ദിവസം 2 കുട്ടികൾക്കുൾപ്പെടെ 8 പേർക്ക് കടിയേറ്റിരുന്നു. പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ ലോഡിംഗ് ഏരിയയ്ക്ക് മേൽക്കൂര വരുന്നു. പ്രധാനമന്ത്രിയുടെ മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാകും നിർമ്മാണം. മലപ്പുറം ചെമ്മാട് ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കി. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ ഭാഗമായുള്ള പരിഷ്കരണങ്ങളാണ് നിലവിൽ വന്നത്. ബസ് സ്റ്റോപ്പുകളിലെ മാറ്റവും ഓട്ടോ സ്റ്റാൻഡുകളിലെ ക്രമീകരണവുമാണ് പ്രധാന മാറ്റം. മലപ്പുറം കൊണ്ടോട്ടി അരീക്കോട് റോഡിൽ കിഴിശ്ശേരി ഓവുപാലത്തിന് സമീപം രൂപപ്പെട്ട കുഴി അപകടക്കെണിയായി. കുഴി വെട്ടിക്കാനുള്ള ശ്രമത്തിനിടെ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടം പതിവ്. കുഴി അടയ്ക്കാൻ നടപടി വേണമെന്ന ആവശ്യം. പാലക്കാട് അട്ടപ്പാടിയിൽ മരം ദേഹത്ത് വീണ അപകടം. ആനക്കൽ സ്വദേശി വീരൻ മരിച്ചു. മരം മുറിക്കുന്നതിനിടെയാണ് അപകടം. വടക്കാഞ്ചേരിയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന കാഴ്ചപരിമിതനായ കുഞ്ഞുമോന് കട നിർമ്മിച്ചു നൽകി വടക്കാഞ്ചേരി റോട്ടറി ക്ലബ്ബ്. കഴിഞ്ഞ ദിവസം കുഞ്ഞുമോന്റെ 50-ലധികം ടിക്കറ്റുകൾ സാമൂഹ്യ വിരുദ്ധർ കവർന്നെടുത്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ്യ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാറളം പഞ്ചായത്തിലെ വെങ്ങിണിശ്ശേരി ശിവപുരത്ത് ചാരിച്ചിറ്റി ബാബുവിനും മകൾ ഷിനിക്കും വീടൊരുങ്ങുന്നു. ചെറാട്ട് തൃക്കോവിൽ വാര്യത്തെ CV രമേശ് കുടുംബവും നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷയായി. മാതൃഭൂമി ചീഫ് സബ് എഡിറ്റർ പാവങ്ങാട് പുത്തൂർ ക്ഷേത്രത്തിന് സമീപം ഷാമിൻ വീട്ടിൽ T ഷിനോദ് കുമാർ അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. കണ്ണൂർ ഫിലിം ചേംബറിന്റെ മാധ്യമ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് രാവിലെ 10 മണിക്ക് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ. ഹട്ട ന്യൂസിലേക്ക് വീണ്ടും. ഇനി പ്രധാന അറിയിപ്പുകൾ. കോട്ടയം മറ്റക്കര മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 29 മുതൽ. എറണാകുളം കോലഞ്ചേരി ഐക്കനനാട് പഞ്ചായത്ത് 7-ാം വാർഡിൽ ആരംഭിക്കുന്ന ബഡ് സ്കൂളിൽ സ്പെഷ്യൽ ടീച്ചർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 29-ന് മുൻപായി അപേക്ഷിക്കണം. ക്യുസാറ്റ് BTech പ്രോഗ്രാമുകളിൽ ഒഴിവ്. സീറ്റുകളിലേക്ക് ഇന്നും ഈ മാസം 29, 30, 31 തീയതികളിലുമായി സ്പോട്ട് അഡ്മിഷൻ നടത്തും. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവല്ല SCS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകരുടെ ഒഴിവ്. അഭിമുഖം സെപ്റ്റംബർ 6-ന് സ്കൂൾ ഓഫീസിൽ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കുളത്തൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കെമിസ്ട്രി ഗസ്റ്റ് ലെക്ചറർ ഒഴിവ്. ഈ മാസം 31-ന് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. കാലിക്കറ്റ് ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് ഹോമിൽ നാളെ സൗജന്യ ശിശുരോഗ നിർണയ ക്യാമ്പ്.
രാവിലെ 10 മണിക്ക് ക്യാമ്പ് തുടങ്ങും. തിരുവനന്തപുരം ആറ്റിങ്ങൽ ഗവൺമെന്റ് ITIയിൽ ST വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിൽ ഒഴിവ്. ഇന്ന് വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാൻ അവസരം. പത്തനംതിട്ട തിരുവല്ല മാർത്തോമ കോളേജിൽ കൊമേഴ്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10:30 കോളേജ് ഓഫീസിൽ. ഇനി ദേശീയ വാർത്തകൾ നോക്കാം. ജമ്മുകശ്മീരിൽ 3 ഘട്ടങ്ങളിലായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 9 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി. പാർട്ടി ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിർ ദുരുവിലും മുൻ സംസ്ഥാന ഘടക മേധാവി വികാർ റസൂൽ വാനിയെ ബനിഹാലിലും മത്സരിപ്പിക്കും. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാടിന് കൈത്താങ്ങുമായി ഉത്തർപ്രദേശ് സർക്കാർ. പുനരധിവാസത്തിന് 10 കോടി രൂപ അനുവദിച്ച് UP മുഖ്യമന്ത്രി. ഗുജറാത്തിൽ കനത്ത മഴ. അഹമ്മദാബാദിലെ വിവിധയിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട്. ഇന്ന് സംസ്ഥാനത്തെ മുഴുവൻ പ്രൈമറി സ്കൂളുകൾക്കും അവധി. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി സിൽവാസ, ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിൽ 100 മീറ്റർ നീളമുള്ള ഉരുക്കുപാലം നിർമ്മാണം തുടങ്ങി. ബുള്ളറ്റ് ട്രെയിൻ മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും. തെന്നിന്ത്യൻ താരം നാഗാർജുനയുടെ ഉടമസ്ഥതയിലുള്ള കൺവെൻഷൻ സെന്റർ പൊളിച്ചു മാറ്റി. സർക്കാർ ഭൂമി കയ്യേറി കെട്ടിടം നിർമ്മിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കെട്ടിടം പൊളിച്ചു നീക്കിയത്. കർഷക പ്രക്ഷോഭം സംബന്ധിച്ച പ്രസ്താവനയിൽ MPയും നടിയുമായ കങ്കണ റണാവറ്റിനെ തള്ളി BJP. കർഷക സമരത്തെക്കുറിച്ച് കങ്കണ നടത്തിയ പ്രസ്താവന പാർട്ടിയുടെ അഭിപ്രായമല്ലെന്നും കങ്കണയുടെ അഭിപ്രായത്തോട് പാർട്ടിക്ക് യോജിപ്പില്ലെന്നും BJP നേതൃത്വം. പുനെയിൽ 10 വയസ്സുകാരി ബലാത്സംഗത്തിനിരയായി 67കാരനായ പ്രതി അറസ്റ്റിൽ. പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. രാജ്യാന്തര വാർത്തകൾ. വടക്കൻ എത്യോപ്യയിൽ മണ്ണിടിച്ചിലിൽ മരണം 23 ഉയർന്നു. 8 പേർക്ക് പരുക്ക്. ബംഗ്ലാദേശിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. മഴക്കെടുതിയിൽ മരണം 23. 6 ദശലക്ഷം ആളുകളെ വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചെന്ന് റിപ്പോർട്ട്. ഷാൻഷാൻ ചുഴലിക്കാറ്റ് തീരത്തോട് അടുക്കുന്നതിനാൽ ജപ്പാനിൽ ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റ്, ഉയർന്ന തിരമാല, കനത്ത മഴ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. സുഡാനിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. 4 മരണം. അർബാത്ത് അണക്കെട്ട് തകർന്നതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി പേർ ഒലിച്ചുപോയെന്നും റിപ്പോർട്ട്. ഇന്തോനേഷ്യയിലെ യോഗ്യകാർത്ത സിറ്റിയിൽ ഭൂചലനം 5.6 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പില്ല. തെക്കൻ ബ്രസീലിൽ കാട്ടുതീ വ്യാപിക്കുന്നു. സാവോ പോളോയിൽ 2 പേർ മരിച്ചു. സംസ്ഥാനത്തെ 42 നഗരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. കുവൈത്ത് മന്ത്രിസഭയിലെ പുതിയ അംഗങ്ങളെ ബയാൻ കൊട്ടാരത്തിൽ സ്വീകരിച്ച് അമീർ ഷെയ്ഖ്. കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ്, പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള അൽ സബാഹ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കുവൈറ്റിൽ ശക്തമായ പൊടിക്കാറ്റും മഴയും. വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായതിനാൽ പൊടിപടലങ്ങൾക്ക് സാധ്യത. പല സ്ഥലങ്ങളിലും ദൂരക്കാഴ്ച കുറയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ്. ബിസിനസ് വാർത്തകൾ. പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോകോപ്പ് ഗ്ലാമർ മോഡലിന്റെ 2024 പതിപ്പ് പുറത്തിറക്കി. 82,598 രൂപ മുതലാണ് വിപണി വില. പ്രമുഖ ടെലികോം കമ്പനി എയർടെലിന്റെ അതിവേഗ വൈഫൈ സർവീസ് 1200-ൽ പരം നഗരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. TV ഷോകളും സിനിമകളും വെബ് സീരീസുകളും എയർടെൽ വരിക്കാർക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. കോവിഡിന് ശേഷം ആദ്യമായി ഇരുചക്രവാഹന വിൽപ്പനയിൽ നഗരപ്രദേശങ്ങളെ മറികടന്ന് ഗ്രാമീണ ഇന്ത്യ. ഏപ്രിൽ-ജൂൺ കാലയളവിലാണ് സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിൽ ഗ്രാമീണ ഇന്ത്യയിൽ ഇരുചക്രവാഹന വിൽപ്പനയിൽ നേട്ടം. ആപ്പിൾ ഐഫോൺ 16 പ്രോ എന്നിവ സെപ്റ്റംബർ 9 പുറത്തിറങ്ങും. ബ്ലാക്ക്, വൈറ്റ്, ഗോൾഡ്, ഗ്രേ എന്നീ നിറങ്ങളിലാണ് ഫോണുകൾ ലഭിക്കുക. ഹഡ ന്യൂസിലേക്ക് വീണ്ടും ഇനി കായിക വാർത്തകൾ. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ വിജയക്കുതിപ്പ് തുടരാൻ FC ബാഴ്സലോണ ഇന്നിറങ്ങും. രാത്രി 1 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ റയോ വയോക്കാനോയാണ് എതിരാളികൾ. ഡ്യൂറൻ കപ്പ് ഫൈനലിലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ എതിരാളിയെ ഇന്നറിയാം. 2ാം സെമിയിൽ മോഹൻ ബഗാൻ ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 5:30-ക്കാണ് മത്സരം. ലയോണൽ മെസ്സി നിരസിച്ചത് സൗദി ക്ലബിന്റെ വമ്പൻ ഓഫർ എന്ന് വെളിപ്പെടുത്തൽ. പ്രതിവർഷം €1 ബില്യൺ ആയിരുന്നു ക്ലബിൽ ചേരാൻ അൽ ഹിലാൽ മുന്നിൽ വെച്ച ഓഫർ. കൊളംബിയൻ താരം ഹാമിഷ് റോഡ്രിഗ്സ് ഇനി റയോ വയക്കാനോയിൽ. ബ്രസീലിയൻ ക്ലബ് സവോ പോളോയുമായുള്ള കരാർ റദ്ദാക്കിയാണ് ഹാമിഷ് സ്പാനിഷ് ക്ലബിലെത്തിയത്. വലൻസിയയുടെ ഗോൾ കീപ്പർ ജിയോർജി മമർദാഷ്വിലിയെ സൈൻ ചെയ്യാൻ ലിവർപൂൾ. സൈനിങ് ഉടൻ പൂർത്തിയാകുമെങ്കിലും താരം അടുത്ത സീസണിൽ മാത്രമേ ടീമിലെത്തൂ. ജയ്ഷ ICC അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ BCCI തലപ്പത്തേക്ക് എത്തുന്നതും മറ്റൊരു BJP നേതാവിന്റെ മകനെന്ന് റിപ്പോർട്ട്. അന്തരിച്ച BJP നേതാവ് അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ രോഹൻ ജെയ്റ്റ്ലി BCCI സെക്രട്ടറിയാകുമെന്നാണ് വിവരം. അത്ലറ്റിക്കോ മാഡ്രിഡ് മാത്യൂസ് നൂനിയാസിനെ ലോണിൽ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നെന്ന് റിപ്പോർട്ടുകൾ. സ്പാനിഷ് ക്ലബ് ഉടൻ താരത്തെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിയെ സമീപിച്ചേക്കും.
സാംസ്കാരിക സിനിമാ വാർത്തകളാണിനി. കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിന് ശേഷം ആസിഫ് അലിയെ നായകനാക്കി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കിഷ്കിന്ധാകാന്ഡം സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തും. ചിത്രത്തിലെ ജഗദീഷിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ഷാഹി കബീർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഇരിട്ടിയിൽ ആരംഭിച്ചു. ഫെസ്റ്റിവൽ സിനിമാസിന്റെ ബാനറിൽ റോഷൻ മാത്യു, ദിലീഷ് പോത്തൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിയാണ് ചിത്രം പുറത്തിറങ്ങുക. MC ജോസഫ് സംവിധാനം ചെയ്യുന്ന മീശ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. തമിഴ് താരം കതിർ, ഷൈൻ ടോം ചാക്കോ, ഹക്കീം ഷാ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തും. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ചിത്തിനി എന്ന ചിത്രത്തിലെ ജോയ് മാത്യുവിന്റെ ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ജോയ് മാത്യു കത്തനാരുടെ വേഷത്തിലാണ് പോസ്റ്റർ. ബിജു മേനോൻ, മേതിൽ ദേവിക എന്നിവർ മുഖ്യവേഷങ്ങളിലെത്തുന്ന ചിത്രം കഥ ഇന്ന് വരെയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ഓണച്ചിത്രമായി സെപ്റ്റംബർ 20 ചിത്രം തിയേറ്ററുകളിലെത്തും. വിനായകൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന തെക്ക് വടക്ക് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ സെപ്റ്റംബർ 20 ചിത്രം തിയേറ്ററുകളിലെത്തും. കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഈ ചിത്രം 30 തിയേറ്ററുകളിലെത്തും. ഈ മാസം 30 ചിത്രം തിയേറ്ററുകളിലെത്തും. വിനോദ് കോവൂരും സുമിത് എംപിയും പ്രധാന കഥാപാത്രങ്ങൾ. ഫാക്ട് ചെക്ക്. വാഗാതിർത്തിയിൽ പുതുതായി ഉയർത്തിയ ഏറ്റവും വലിയ ദേശീയ പതാക എന്ന പേരിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വീഡിയോയിലുള്ളത് വാഗാതിർത്തിയിലെ ദേശീയ പതാകയല്ല, 2016 ഹൈദരാബാദിൽ ഉയർത്തിയ പതാകയാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. വയനാട് മീനങ്ങാടിയിൽ പിക്കപ്പ് വാൻ KSRTC ബസ്സിലിടിച്ച അപകടം, 10 പേർക്ക് പരുക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയിൽ ഛത്രപതി ശിവാജിയുടെ പ്രതിമ തകർത്തതിൽ കേസെടുത്ത പോലീസ്. കരാറുകാരൻ ജയദീപ് ആപ്തേക്കും സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ചേതൻ പാട്ടീലിനുമെതിരെയാണ് കേസ്. ഗുജറാത്തിൽ മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് റെഡ് അലർട്ട്. മഴക്കെടുതിയിൽ 3 മരണം, 20,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. US പിന്നാലെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 100% തീരുവ ചുമത്താനൊരുങ്ങി കാനഡയും. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിനും അലൂമിനിയത്തിനും 25% താരിഫ് പ്രഖ്യാപിക്കുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി. പുതിയ സൈനിക ഡ്രോണുകളുടെയും ടാങ്കുകളുടെയും പരീക്ഷണം നടത്തി ഉത്തര കൊറിയ. ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ഡ്രോണുകളുടെ പരീക്ഷണം വിലയിരുത്തി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്താൻ സേനയ്ക്ക് കിമിന്റെ നിർദ്ദേശം. ഇനിയിപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകളിലേക്ക്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ സ്വർണ്ണ മോഷണ കേസിൽ പ്രതിയെ എത്തിച്ചുള്ള തെളിവെടുപ്പ് ഇന്ന്. പ്രതിയും ബാങ്ക് ശാഖാ മുൻ മാനേജറുമായ മധ ജയകുമാറിനെ ഉച്ചയ്ക്ക് കൊയിലാണ്ടി കോടതിയിൽ ഹാജരാക്കും. പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസ റോഡിൽ ഗതാഗത കുരുക്ക്. മണലിപ്പുഴ പാലത്തിൽ ലോറി അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് ഗതാഗത കുരുക്കുണ്ടായത്. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമം തുടരുന്നു. വൈക്കം MLA CK ആശയ്ക്കെതിരെ വൈക്കം നഗരസഭ. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നത് തടഞ്ഞ നടപടിക്കെതിരെയാണ് പ്രതിഷേധം. MLAയുടെ നടപടി നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രീത. 100 ന്യൂസ് പൂർണ്ണമാകുന്നു.